ശ്രീ ബെർലിൻ, എപ്പോഴാണ് ഈ പിണറായി വിജയൻ സാരഥ്യം ഏറ്റെടുത്തതിന് ശേഷമാണോ ഈ വലതുപക്ഷ വ്യതിയാനം പിണറായി ചടയൻ ഗോവിന്ദന്റെ മരണശേഷം പിണറായി വിജയൻ സാരഥ്യം ഏറ്റെടുത്തോടുകൂടി പാർട്ടിയുടെ വിപ്ലവപാതയിൽ നിന്ന് വ്യതിചരിച്ച് മാർക്സിസത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചരിച്ച് ഒരു മുതലാളിത്ത പാതയിലേക്ക് നീങ്ങിത്തുടങ്ങി. പണം, പദവി, ഭരണം, MLA സ്ഥാനം, MP സ്ഥാനം, പാർലമെന്ററി വ്യാമോഹം, കെട്ടിടങ്ങൾ, സ്ഥാപനവൽക്കരണം, അങ്ങനെ ഈ തരത്തിൽ മുതലാളിത്വത്തിൻ്റെ എല്ലാ ദുഷിച്ച വശങ്ങളും ഉൾക്കൊള്ളുന്നതായ ഒരു പ്രസ്ഥാനമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിണറായി വിജയൻ മാറ്റിയെടുത്തു. അതുകൊണ്ടാണ് ഞാൻ 6 കൊല്ലം മുമ്പ് പറഞ്ഞത് പിണറായി വിജയൻ മുതലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനാണ് എന്ന്. EMSനെ പറ്റി EMS തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വത്തെല്ലാം വിട്ട് പാർട്ടിക്ക് കൊടുത്ത് ഞാൻ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായി. ഐ ആം ദി അഡോപ്റ്റഡ് സൺ ഓഫ് ദി വർക്കിംഗ് ക്ലാസ് എന്ന് EMS അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കുമായിരുന്നു. അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നത് തൊഴിലാളി വർഗത്തിൽ ജനിച്ച് AKGയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സഹായത്തോടു കൂടി വിദ്യാഭ്യാസം നേടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചെറുപ്പം മുതലേ വളർന്ന് MN വിജയൻ്റെ ശിഷ്യനായി വന്ന് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്ന് ഇപ്പോൾ അദ്ദേഹം പണത്തിൻ്റെയും പദവിയുടെയും വലിയ സ്വത്തിൻ്റെയും എല്ലാം കണ്ണു മഞ്ഞളിച്ചു പോയി. ചടയൻ ഗോവിന്ദൻ പറഞ്ഞ പോലെ കണ്ണു മഞ്ഞളിച്ചു പോയി പണം കണ്ടിട്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ മുതലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും വലിയൊരു വിഭാഗം പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ? ചെറിയൊരു വിഭാഗം മാത്രമേ ഇപ്പം ചന്ദ്രശേഖരനെ പോലുള്ളവരുടെ കൂടെ പോകുന്നുള്ളൂ. അത് പാർട്ടി സ്ഥാപനവൽക്കരിച്ചു. Why don't they realize? They cannot. പാർട്ടി സ്ഥാപനവൽക്കരിച്ചു കഴിഞ്ഞു. പാർട്ടി ഒരു വിപ്ലവ പാർട്ടി അല്ലാതായി. ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെല്ലാം തന്നെ സ്ഥാപനങ്ങളുടെ ഉടമകളായി തീർന്നു. അതുകൊണ്ട് ഇനി അവർക്ക് ഒരിക്കലും തന്നെ അവരുടെ നിലനിൽപ്പിന് ഈ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ്. ഈ സ്ഥാപനവൽക്കരണം കൊണ്ടാണ് പാർട്ടിയിൽ വിപ്ലവ ബോധവും മാർക്സിസ്റ്റ് ചിന്താഗതിയും സോഷ്യലിസ്റ്റ് ആദർശവും നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ല, അപ്പോൾ അധികാരത്തിൻ്റെയും പദവിയുടെയും കൂടെയാണ് ആളുകൾ, സ്ഥാപനങ്ങൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, പാർട്ടി പ്രതിനിധികളായിട്ട് വരുന്നതൊക്കെ ഇപ്പോൾ 60% കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജർമാരൊക്കെ പാർട്ടി സമ്മേളനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ പാർട്ടി സ്ഥാപനങ്ങളുടെ ഉടമകളായിട്ട് വന്നിട്ടുള്ളവരാണ് ഈ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നതായിട്ട് വരുന്നത്. അപ്പോൾ മുതലാളി വർഗത്തിൻ്റെ ക്യാപിറ്റലിസ്റ്റ് റോഡ്, ചൈനയിലെ സാംസ്കാരിക വിപ്ലവത്തിൽ മാവോസിത്വങ് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം അത്, അറ്റാക്ക് ദ ഹെഡ് ക്വാർട്ടേഴ്സ്. മുതലാളിത്വത്തിൻ്റെ പാത സ്വീകരിക്കുന്ന തലസ്ഥാനത്തെ ആക്രമിക്കുക എന്നായിരുന്നു സാംസ്കാരിക വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. അങ്ങനെ പാർട്ടിയുടെ കേരള നേതൃത്വം മുതലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാണ്. അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരുടെ പണം കൊണ്ട്, അവരുടെ മക്കൾക്ക് IT സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ അവരുടെ സഹായമുണ്ട്. ടെക്നോ പാർക്കിലെ ഒരു വലിയ ഒരു ഭാഗം ഇപ്പോൾ ഒരു മുതലാളിയുടെ മകൾക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉടമ വിട്ടുകൊടുക്കാൻ പോകുന്നു. അവരുടെ പണം ഉപയോഗിച്ച് മക്കളെ വിദേശത്തടച്ച് അയച്ച് പഠിപ്പിക്കുന്നു. അവരുടെ ആകെപ്പാടെയുള്ള മാനസികാവസ്ഥ തന്നെ മാറിപ്പോയി. അവർ സ്വയം മുതലാളിത്തവൽക്കരിച്ചു പോയി. തൊഴിലാളി വർഗത്തിൻ്റെ സംസ്കാരം അവർ ഉപേക്ഷിച്ചു. EMS മരിക്കുമ്പോൾ ഒരു പുസ്തകം എഴുതിയിരുന്നു, തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവ ബഹുജന പാർട്ടി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. EMSൻ്റെ ഒസ്യത്ത് എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അതായത് ലക്ഷ്യം തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവ ബഹുജന പാർട്ടി സംഘടിപ്പിച്ച് സോഷ്യലിസത്തിലേക്കുള്ള വിപ്ലവ പരിപാടിയുമായിട്ട് മുന്നേറുക എന്നുള്ളതാണ്. അതെല്ലാം ഇപ്പോൾ പോയിരിക്കുന്നു. ഇപ്പോൾ എല്ലാ ആളുകളും നോക്കുന്നത് MLA ആവണം, MP ആവണം. പാർട്ടിയിൽ ചേർന്ന ഉടനെ പിന്നെ കരുനീക്കങ്ങളായി. സ്ഥാപനങ്ങളിൽ വന്നു ചേരണം, പാർട്ടിയുടെ പ്രസ്സിൽ എത്തിച്ചേരണം, പാർട്ടിയുടെ മൂലധനത്തെ നിയന്ത്രിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏകദേശം 50,000 കോടിയുടെ ആസ്തിയുണ്ട്. അതിൽ 3/4 ഭാഗവും കേരളത്തിലാണ്.
ഓരോ ഗ്രാമത്തിലും 4-5 കെട്ടിടങ്ങളുണ്ട്. ആ ഒരു കെട്ടിടത്തിന് ഒരു 20 ലക്ഷം കൂട്ടിയാൽ ഏകദേശം 20,000 കെട്ടിടങ്ങളുണ്ട് പാർട്ടിയുടെ, വലിയ കെട്ടിടങ്ങൾ, ചെറിയ ചെറിയ വായനശാലകളല്ല. ആ 20,000 കെട്ടിടങ്ങളുടെ മൂല്യം എത്രയാണ്? ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അവരുടെയാണ്. അവർ നടത്തുന്ന കമ്പനികളുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അവർ കടന്നു വന്നിരിക്കുന്നു. സ്വാശ്രയ കോളേജിന്റെ ഏറ്റവും വലിയ പരിയാരം കോളേജിലെ സ്വാശ്രയ മുതലാളി പാര MV ജയരാജനാണ്. എല്ലാവരുടെ അടുത്ത് നിന്നും ഇത് മേടിക്കുന്നു, എന്താ പറയുക, ക്യാപിറ്റേഷൻ ഫീ. ഈ ജയരാജന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കൂത്തുപറമ്പിൽ 5 ആളുകൾ വെടിയേറ്റ് മരിച്ചത്. അതൊക്കെ വിസ്മരിച്ചു പോയി, വിരോധാഭാസം. അതൊക്കെ ടോട്ടലി ഫർഗോട്ടൺ. നൗ ഹി ഈസ് ദി എംബോഡിമെന്റ് ഓഫ് കറപ്ഷൻ. അവിടെ ഇതിൻ്റെ എല്ലാം ഇത് വാങ്ങുന്നു, ഇത് NRE, അതൊക്കെ സ്കാൻഡലായിട്ട് വന്നില്ല. ബെർലിൻ ഈ അധികാരത്തോടുള്ള ആസക്തി ബെർലിൻ്റെ അടുത്ത സുഹൃത്തായ VS അച്യുതാനന്ദനെയും ബാധിച്ചു എന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അധികാരത്തെ ദുരുപയോഗം ചെയ്തതായിട്ടുള്ള ഒരു തെളിവുമില്ല. അദ്ദേഹത്തിന്റെ മകനെതിരായിട്ട് ചില ആരോപണങ്ങൾ, ഏറ്റവും കൂടുതൽ വിജിലൻസ് കേസുകൾക്ക് ഇപ്പോൾ ഉണ്ടാക്കിയതല്ലേ, അതൊക്കെ തെളിയിക്കപ്പെടട്ടെ. അന്നേരം അദ്ദേഹത്തിന്റെ ബന്ധുവിന് ഭൂമി കൊടുത്തു. അത് റദ്ദാക്കിയല്ലോ ക്യാബിനറ്റ് തന്നെ റദ്ദാക്കി. അതിപ്പോ കോടതി തെളിയിച്ചാൽ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നുണ്ട്, ശിക്ഷിക്കട്ടെ, അത് വേറെ കാര്യം. ഇറ്റ്സ് ഓൺലി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഇതിനു മുമ്പ് അതൊന്നും വന്നിട്ടില്ല. അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോയി ബാലകൃഷ്ണപിള്ളിയെ ജയിലിലെത്തിച്ചു. മറ്റുള്ള ഇതൊക്കെ തന്നെ ഈ കേസുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ കൊണ്ടുവന്നതായിരിക്കണം എന്നാണ് ഞാൻ ധരിക്കുന്നത്. എനിക്ക് വളരെ അടുത്തറിയാം. 1946 പുന്നപ്ര വയലാർ സമരം മുതൽ അറിയാം. അദ്ദേഹം ഒരു സ്വത്തും സമ്പാദിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പുന്നപ്രയിലുള്ള ചെറിയ വീട് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വത്തായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും എത്രയോ വെട്ടിപ്പുകൾ നടത്താൻ ഉള്ള അവസരം ഉണ്ടായിരുന്നു. അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നത് അത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിലില്ല എന്ന്. ഒരു ഭാഗത്ത് ബെർലിൻ പിണറായി വിജയനെ കടന്നാക്രമിക്കുന്നു, മറുഭാഗത്ത് അതാണ് യാഥാർത്ഥ്യം. VSനെ തലോടുകയും ചെയ്യുന്നു. VSനെ ഞാൻ തലോടുന്നതല്ല, അതാണ് യാഥാർത്ഥ്യം. VS ആസ് എ പൊളിറ്റിക്കൽ ലീഡർ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ക്ലീൻ ഇമേജ് ഉണ്ട്. അതില്ല നമ്മുടെ പിണറായി. പക്ഷേ ഇതൊക്കെ പാർട്ടിയിലെ അവഗണനയും പീഡനവും ഒക്കെ സഹിച്ച് എന്തിനാണ് അദ്ദേഹം പാർട്ടിയിൽ തുടരുന്നത്? അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അദ്ദേഹം നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷേ അദ്ദേഹം ചെയ്തില്ല. He should have come out of the party. പിന്നെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ ഘട്ടത്തിൽ, സീറ്റ് നിഷേധിച്ച ഘട്ടത്തിൽ അദ്ദേഹം പുറത്തു വന്ന് മറ്റുള്ള യഥാർത്ഥ വിപ്ലവ ശക്തികളെയെല്ലാം ഏകീകരിച്ച് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഇവിടുത്തെ കേരളത്തിലെ സിറ്റുവേഷൻ മാറുമായിരുന്നു. ചന്ദ്രശേഖരൻ മരിക്കുകയുമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസ്റ്റ് ചിന്താഗതി നഷ്ടപ്പെട്ടുകൊണ്ടുപോയിരിക്കുന്ന ഈ ഘട്ടത്തിൽ മാർക്സിസം പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു കർമ്മ പദ്ധതി ആവശ്യമാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നതും സംസാരിക്കുന്നതും എഴുതുന്നതുമൊക്കെ. ഞാൻ ആഴ്ചയിലൊരു കോളം എഴുതുന്നുണ്ട് ഇപ്പോൾ, മംഗളം ദിനപത്രത്തിൽ. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മാർക്സിസം പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു കുരിശു യുദ്ധമായിട്ടാണ് ഞാൻ കാണുന്നത്. ഐ ആം വെരി ഒപ്റ്റിമിസ്റ്റിക്. കാരണം ഈ കൊലപാതകം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് CPMന്റെ ഏറ്റവും വിഷമഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ കൊലപാതകം. അത് തെളിയിക്കപ്പെട്ടാൽ, അതിൽ ഗൂഢാലോചനയുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ CPMന്റെ ഉള്ളിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാവും. ഇപ്പോൾ തന്നെ കൊലക്കും കൊലവനും കുത്താനും ഇതൊന്നും ആളെ കിട്ടാറായി. അല്ലെങ്കിൽ എന്തിനാ കൊട്ടേഷൻ സംഘങ്ങളെ? ഇതൊരു കേഡർ പാർട്ടിയല്ലേ. പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞങ്ങളൊക്കെ മരിക്കാൻ പോയിട്ടില്ലേ ഒരു കാലത്ത്? തെലങ്കാനയിൽ ഞാൻ ആയുധം കൊണ്ടു. ഒരാളെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് അയാൾ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ നശിപ്പിക്കാൻ പറ്റുമോ? അതാണ് ഇന്നലെ രമ പറഞ്ഞത്. ചന്ദ്രശേഖരന്റെ ഭാര്യ. ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാം, പക്ഷേ അദ്ദേഹം പ്രതിനിധീകരിച്ച വിപ്ലവ ആദർശത്തെ
ഇല്ലാതാക്കാൻ കഴിയില്ല, ഞാൻ അതിലേക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഷീ വിൽ കം. അല്ല, അതൊക്കെ തിരിച്ചറിയാനുള്ള പ്രജ്ഞ CPM നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അവർ മുതലാളി വർഗത്തിൻ്റെ ദത്തുപുത്രന്മാർ എന്ന നിലയിൽ അഭിരമിക്കുകയാണ്. ആ അഭിരമിക്കൽ അവരെ ഇത് കണ്ണ് മഞ്ഞളിച്ചു പോയിന്ന് ചടയം കോയെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അല്ല, ഈ ഒഞ്ചിയത്തെ പാർട്ടി വിട്ടുപോയ സഹാക്കളൊക്കെ തിരിച്ചു വരികയാണ്. ആ ഒരു സമയത്ത് എന്തിനാണ് ചന്ദ്രശേഖരനെ കൊല്ലുന്നത് തിരിച്ചു വന്നിട്ടില്ല. അതൊരു ഒരു വെറും ഭോഷ്കാണ്. ഒരൊറ്റ കുട്ടി തിരിച്ചു വന്നിട്ടില്ല ഒഞ്ചിയത്ത്. തിരിച്ചു വരാൻ ഒരു പദ്ധതി ഇട്ടു. ആദ്യം ചന്ദ്രശേഖരനെ കിട്ടിയാൽ എല്ലാവരും വരുന്ന ധരിച്ചിരുന്നത്. അത് പാളിപ്പോയി. പദ്ധതി ഇട്ടിരുന്നു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് പാളിപ്പോയി. അല്ല, എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നോ ചന്ദ്രശേഖരനോ? ചന്ദ്രശേഖരനെ കൊണ്ടുവരാൻ വേണ്ടി CPM നേതൃത്വം. അതെ, ഞാൻ അറിഞ്ഞത് ചന്ദ്രശേഖരനെ തിരിച്ചു കൊണ്ടുവരാമെന്നും അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കാമെന്നും ഒഞ്ചിയത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, നിങ്ങൾ ആദ്യം മാർക്സിസ്റ്റ് ചിന്താഗതിയും സോഷ്യലിസ്റ്റ് ആദർശവും പുനഃസ്ഥാപിക്കൂ, അതിനുശേഷം സംസാരിക്കാമെന്നാണ്. അങ്ങനെയുള്ളൊരു സംഭാഷണം നടന്നിരുന്നു. അതിനവർ ചില ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു. അത് നടക്കാതെ വന്നു. പക്ഷേ ഈ കൊലപാതകത്തിന് പദ്ധതി ഇട്ടിട്ട് മാസങ്ങൾ കുറച്ചായി. അത് നടപ്പിലാക്കിയത് ആ തീയതിയൊന്നും ഒരുപക്ഷെ ഇവർക്ക് അറിഞ്ഞിരിക്കാൻ ഇടയില്ല. ഓക്കെ. UDF ഇതിൽ നിന്ന് ക്യാഷൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടുണ്ട്. അവരെല്ലാവരും വന്നല്ലോ. CPMൻ്റെ നേതാക്കന്മാരൊഴിച്ച് ബാക്കി എല്ലാ പാർട്ടിക്കാരും കോഴിക്കോട് ടൗൺ ഹാളിൽ വന്നില്ല. അല്ല, ബെർലിൻ, അത് CPM ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എത്ര നേതാക്കന്മാർക്ക് വരാൻ പറ്റും അവിടെ? അവരുടെ ജീവന ഭീഷണി? ഒരു ഭീഷണിയില്ല. എത്രയോ ആൾക്ക് അവിടെ പിണറായി വിജയൻ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഭീഷണി ഉണ്ടാവില്ല. വന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ VS അച്യുതാനന്ദൻ വന്നില്ലേ? അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായി? അല്ല, അതിന് തന്നെ അദ്ദേഹം വഴി കേൾക്കേണ്ടി വന്നില്ലേ? അത് പാർട്ടിക്കുള്ളൊരു പോളിറ്റ് ബ്യൂറോയിൽ വരെ ഒരു ചർച്ച വരാൻ പോയി. ഇല്ല, വന്നിട്ടില്ല. പോളിറ്റ് ബ്യൂറോ പറഞ്ഞത് പിന്നെ കല്യാണം, മരണം തുടങ്ങിയിട്ടുള്ള സ്ഥലത്ത് പോകുന്നതിന് വിലക്കില്ല എന്നാണ്. എൻ്റെ വീട്ടിൽ വരുന്നതിന് വിലക്കുണ്ടായിരുന്നു VSന്, ഇവിടെ വന്നതിന്. അതിന് വലിയ ഒരു ഇത് മാധ്യമങ്ങൾ ലോകം മുഴുവനും അത് അറിഞ്ഞു. എൻ്റെ വീട്ടിൽ വരുന്നതിന് വിലക്കിയിരുന്നു. ആ വിലക്കൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പറയുന്നത് കല്യാണത്തിനും മരണത്തിനും മറ്റുള്ള വ്യക്തിപരമായ ആവശ്യത്തിനും നേതാക്കന്മാർ പോകുന്നതിന് വിലക്കിയിട്ടില്ല. അപ്പോൾ മരണം സംഭവിച്ചെടുത്ത് പോകുന്നതിന് പ്രതിപക്ഷ നേതാവിന് പോകാം. അതിലൊന്നും അയാളെ പിടിക്കാൻ കഴിയില്ല. അല്ല, P. കൃഷ്ണപിള്ള, AKG ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ വന്ന് താമസിച്ചൊരു സ്ഥലമാണിത്. പിണറായി വിജയൻ തന്നെ ഇവിടുത്തെ മുകളിൽ ഞാൻ കാണിച്ചു തന്നില്ലേ, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളും അദ്ദേഹം താമസിച്ച മുറിയും അദ്ദേഹം ഉപയോഗിച്ചതായ രഹസ്യ സംഭാഷണത്തിന് ഉപയോഗിച്ചതായ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ ഇപ്പോൾ. അങ്ങനെയുള്ള ഒരാൾ എന്നെ എന്താ പറഞ്ഞത്, പിന്നെ ഇത് കള്ളനാണയെന്ന്, ബെർലിൻ കള്ളനാണയമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കള്ളനാണയത്തിൻ്റെ കൂടെ ഇത്രയോ കാലം അദ്ദേഹം എങ്ങനെ പെരുമാറി, എങ്ങനെ കള്ളനാണയത്തെ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പോലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എത്രയോ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ പുസ്തകത്തിന് മുഖവരി എഴുതിയിട്ടുണ്ട് അയാൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയെ പറ്റിയിട്ടുള്ള അത് എഴുതാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ ഞാനാണെന്ന് അയാൾ പറഞ്ഞു. പിന്നെ എങ്ങനെ അത് തിരിച്ചു പറയാൻ പറ്റുന്നു? ഒരു സുപ്രഭാതത്തിൽ അങ്ങനെയുള്ള ഒരു മനസാക്ഷിയൊന്നും ഇല്ലല്ലോ. എന്താവും ലാവ്ലിൻ കേസിൽ? എന്താവും അദ്ദേഹത്തിൻ്റെ? ലാവ്ലിൻ കേസ് വളരെ ഗൗരവമുള്ള കേസാണ്. ലാവ്ലിൻ കേസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം വിഷമത്തിലാവുക ഈ കൊലപാതക കേസിലാണ്. ലാവ്ലിൻ കേസ് ചിലപ്പോൾ അദ്ദേഹം 7ാം പ്രതിയാണ്. കേസ് നടന്നാൽ ലാവ്ലിൻ കേസ് അദ്ദേഹം വ്യക്തിപരമായി പണം സമ്പാദിച്ചിട്ടില്ല എന്ന് മാത്രമേ, പക്ഷേ ലാവ്ലിൻ കേസ് കൊണ്ട് സ്റ്റേറ്റിന്, സംസ്ഥാന ഗവൺമെൻറ്റിന് 170 കോടിയോളം നഷ്ടം വന്നിട്ടുണ്ട്. എല്ലാ കേസുകളും ഇപ്പോൾ അതല്ലേ. ഇപ്പോൾ ഇത് സ്പെക്ട്രം കേസ്, ആളുകൾ വ്യക്തിപരമായിട്ട് ധനം സമ്പാദിച്ചല്ലോ ഇവിടെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റിനുണ്ടാക്കിയിട്ടുള്ള നഷ്ടമല്ല. ആ സ്റ്റേറ്റിനുണ്ടാക്കിയിട്ടുള്ള നഷ്ടത്തിന് ഉത്തരവാദി മന്ത്രിയാണ്. ആ വിധത്തിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റം തെളിയിക്കപ്പെടും. അതിപ്പോൾ ഇനി കോടതിയിൽ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും. ഇപ്പോൾ കെ ജി ബാലകൃഷ്ണൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട്.
KG ബാലകൃഷ്ണൻ അദ്ദേഹത്തെ കുറച്ചൊക്കെ സംരക്ഷിച്ചിരുന്നു. ഇത് സുപ്രീം കോടതിയിൽ ഇത് കേസൊക്കെ നേരത്തെ ആക്കി കൊടുത്തു. പക്ഷെ അതൊക്കെ ഇപ്പോൾ തകർന്നു പോയി. ഇനിയിപ്പോൾ അദ്ദേഹം പ്രതിക്കൂട്ടിലാണ്. അതെ, പ്രതിക്കൂട്ടിലിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനുള്ള പ്രയാസമുണ്ടാകും. അതും ഒരു തടസ്സമായിട്ട്, ഒരു കളങ്കം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുമ്പോട്ടുള്ളതായ ഇതിനൊരു തടസ്സവും കൂടിയാണ്. എന്തായാലും പാർട്ടിയിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് ആദർശം ലോകവ്യാപകമായി ഇപ്പോൾ മുന്നേറുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം ഒരു റിവിഷനിസ്റ്റ് രീതിയിൽ പാർട്ടിയെ കൊണ്ടുപോയി മുതലാളി വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു സംഘടനയാക്കി മാറ്റാൻ വേണ്ടി വളരെ പ്രയാസമുണ്ടാവും. അതുകൊണ്ട് ഈ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അതോടുകൂടി അതിൻ്റെ പാർട്ടിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വൈരാഗ്യം വർദ്ധിച്ചു വരികയാണ്. അത് ഇനിയും വലിയും കൂടിക്കൊണ്ടുവരും. തീർച്ചയായിട്ടും മാർക്സിസത്തിന് വലിയ ഒരു ഭാവിയുണ്ട്. ആ മാർക്സിസത്തിൻ്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം യോജിച്ച് ഒരു ഇടതുപക്ഷ വിപ്ലവ മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാത സുരക്ഷിതമാകുകയുള്ളൂ. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വർത്തമാനത്തിൽ പകർത്തതിന്. താങ്ക് യു വെരി മച്ച്.